നമ്മുടെ ജീവിതത്തിൽ ചിലരുടെ വാക്കുകൾ വളരെ ആശ്വാസമായി തീരുന്ന സന്ദർഭങ്ങളുണ്ട്. പ്രത്യേകിച്ച് വേദനയും നിരാശയും കഷ്ടവുമായി മുന്നോട്ട് നീങ്ങുന്ന അവസരങ്ങളിൽ. അങ്ങനെ ഒരു സന്ദർഭത്തിൽ യിരെമ്യാ പ്രവാചകൻ ബാരൂക്കിനെ ആശ്വസിപ്പിച്ച് പറയുന്ന വാക്കുകളാണ് യിരെമ്യാ പ്രവചനം 45-ാം അധ്യായം. ആകെ 5 വാക്യങ്ങളുള്ള അധ്യായത്തിൽ നിന്ന് 3-ാം വാക്യം വായിക്കുന്നു. യഹോവ എന്റെ വേദനയോട് ദുഃഖം കൂട്ടിയിരിക്കുന്നു. അയ്യോ കഷ്ടം! ഞാൻ എന്റെ ഞരക്കം കൊണ്ട് തളർന്നിരിക്കുന്നു. ഒരു ആശ്വാസവും കാണുന്നില്ല എന്ന് നീ പറയുന്നുവല്ലോ. You said, "Oh to me, the Lord has added sorrow to my pain. I am worn out and groaning and find no rest." ബാരൂക്ക് യഹോവയോട് പറഞ്ഞ വാക്കുകളാണിത്. ആരായിരുന്നു ഈ ബാരൂക്ക്? ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? യോശിയാവിന്റെ മകനായി യഹൂദ രാജാവായിരുന്ന യഹോയാക്കീമിന്റെ 4-ാം ആണ്ടിൽ യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാടാണ്. ഒരു പുസ്തക ചുരുൾ വാങ്ങിച്ച് യോശിയാവിന്റെ കാലം മുതൽ അന്ന് വരെ ഇസ്രായേലിനെയും യഹൂദയെയും സകല ജാതികളെയും കുറിച്ച് യഹോവയുടെ അരുളപ്പാട് എഴുതി വെക്കുക എന്നുള്ളത്. അന്ന് യിരെമ്യാവിനെ കാരാഗ്രഹത്തിൽ അടച്ചിട്ടിരുന്നത് കൊണ്ട് യഹോവ യിരെമ്യാവോട് അരുളി ചെയ്ത സകല വചനങ്ങളെയും അവന്റെ വാമൊഴി പ്രകാരം പുസ്തക ചുരുളിൽ എഴുതിയ എഴുത്തുകാരനാണ് ബാരൂക്ക്. ബാരൂക്കിനും പല സന്ദർഭങ്ങളിലും പ്രതികൂല അവസ്ഥകളിൽ കൂടെ പോകേണ്ടി വന്നു. മിസ്രൈമിലേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ യിരെമ്യാവിനോടൊപ്പം ബാരൂക്കുമുണ്ടായിരുന്നു. അരുളപ്പാടുകൾ എഴുതിയ പുസ്തക ചുരുളുകൾ ആലയത്തിൽ വായിച്ചു കേൾപ്പിച്ചത് ബാരൂക്കായിരുന്നു. യഹോവയാക്കീം ഈ ചുരുളുകൾ കത്തികൊണ്ട് കണ്ടിച്ച് ചുരുൾ മുഴുവൻ നെരിപ്പോട്ടിൽ തീയിലിട്ട് ചുട്ടുകളഞ്ഞു. യിരെമ്യാ പ്രവാചകനെയും ബാരൂക്കിനെയും പിടിക്കുവാൻ രാജാവ് ആളുകളെ അയക്കുമ്പോൾ യഹോവ അവരെ ഒളിപ്പിച്ചു എന്നെഴുതിയിരിക്കുന്നു. പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും ബാരൂക്ക് യഹോവയോട് നിലവിളിച്ചു. 5-ാം വാക്യത്തിൽ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവ് അറിയിക്കുകയാണ്. സകല ജഡത്തിനും അനർത്ഥമുണ്ടാകും, എന്നാൽ നീ പോകുന്ന എല്ലായിടത്തും നിന്റെ ജീവനെ യഹോവ പരിപാലിക്കും. പ്രിയമുള്ളവരെ, പലപ്പോഴും ബാരൂക്കിനെ പോലെ നാം നിലവിളിക്കാറില്ലേ? യഹോവേ, നീ എന്റെ വേദനയുടെ ദുഃഖം കൂട്ടിക്കൂട്ടി തരികയാണോ എന്ന് ചോദിക്കാറില്ലേ? ഒന്നിനു പിറകെ ഒന്നായി വരുന്ന കഷ്ടങ്ങളിലും വേദനയിലും നിലനിൽക്കുവാൻ കഴിയാതെ ഞരക്കങ്ങളും നെടുവീർപ്പുകളും കൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടി ആശ്വാസം പറയുവാൻ ആരുമില്ലെന്ന് തോന്നിയേക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, ഇതൊന്നും കാണാത്തവനും അറിയാത്തവനുമല്ല നമ്മുടെ ദൈവം. ചില പ്രതിസന്ധികൾ നാം തന്നെ വരുത്തി വെക്കുന്നതാകുന്നു. മറ്റ് ചിലതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഒരു തട്ടാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പൊന്ന് രൂപാന്തരപ്പെടുത്തണമെങ്കിൽ അതികഠിനമായ തീയിൽ കൂടെ അത് പോകേണ്ടി വരുന്നു. അതിനുശേഷം മനോഹരമായ ഉരുപ്പടി അദ്ദേഹത്തിന് ലഭിക്കുന്നു. അനുഭവത്തിൽ നിന്ന് ഇയ്യോബ് പറയുന്ന വാക്കുകൾ കേൾക്കൂ. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. നിത്യതയുമായി തുലനം ചെയ്യുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകൾ അല്പസമയത്തേക്ക് മാത്രം. പൗലോസ് പറയുന്നു, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു എന്ന്. അദ്ദേഹം ജീവിതത്തിൽ അനുഭവിച്ച ചില കാര്യങ്ങൾ 2 കൊരിന്ത്യർ 11:23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. പത്രോസ് പറയുന്നത്, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏതവസരങ്ങളിലും കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും അങ്ങയോടൊത്ത് ജീവിപ്പാൻ കൃപ തരണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.